ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാക് സൈന്യം കസ്റ്റഡിയിലെടുത്ത BSF ജവാൻ പൂർണം കുമാർ സാഹുവിനെ മോചിപ്പിച്ചു. അട്ടാരി അതിർത്തിയിലാണ് ജവാനെ ഭാരതത്തിന് കൈമാറിയത്. സാഹു ഏപ്രിൽ 23-നാണ് പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലായത്. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഈ BSF ജവാന്റെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിന്നിരുന്നത്. പാക് റേഞ്ചേഴ്സിന്റെ കയ്യിൽ 23-ന് അകപ്പെട്ടതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും തന്നെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശുഭകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങൾ നീലിമ, ശുഭകരമായ വാർത്ത തന്നെയാണ് അതിർത്തിയിൽ നിന്നും വീണ്ടും പുറത്തേക്ക് വരുന്നത്. പൂർണംകുമാർ സാഹു കഴിഞ്ഞ 23-ാം തീയതിയാണ് അബദ്ധവശാൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ പിടിയിലാകുന്നത്. ഇപ്പോൾ പഞ്ചാബിലെ അഠാരി വാഗ അതിർത്തി വഴി ഈ BSF ജവാനെ മോചിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രണ്ടാമത്തെ DGMO തല ചർച്ചയിൽ ഉൾപ്പെടെ ഈ വിഷയം സംസാരിച്ചിരുന്നതായി നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമാണ്. കാരണം 21 ദിവസമായി ഈ BSF ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിരുന്നു. വലിയ സംഘർഷങ്ങൾ ഇരു രാജ്യത്തിനും ഇടയിൽ 4 ദിവസം നടക്കുന്ന ഘട്ടത്തിലും പൂർണം കുമാർ സാഹു പാക് കസ്റ്റഡിയിൽ തന്നെയാണ് തുടർന്നത്. പകരം പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ മറ്റൊരു പട്ടാളക്കാരനെ ഭാരതത്തിന്റെ സൈന്യവും രാജസ്ഥാൻ അതിർത്തിയിൽ വെച്ച് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അങ്ങനെ പാകിസ്ഥാന് ഈ രീതിയിലും ശക്തമായ തിരിച്ചടി നൽകുകയും ഒപ്പം പൂർണം കുമാർ സാഹുവിന് എന്തെങ്കിലും രീതിയിലുള്ള പോറലുകൾ ഏറ്റാൽ അത് യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങളെ എടുത്തിടും എന്ന കൃത്യമായ സന്ദേശം പാകിസ്ഥാന് ഭാരതം നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ BSF ജവാനെ കൈമാറാൻ തയ്യാറായിരിക്കുന്നത്. അഠാരി അതിർത്തി വഴി പൂർണം കുമാർ സാഹു എന്ന പശ്ചിമ ബംഗാൾ സ്വദേശിയായ BSF ജവാനെ 21 ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ കൈമാറിയിരിക്കുന്നു. നേരത്തെ 2019-ൽ പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്ന രീതിയിൽ ഭാരതം ബാലാകോട്ട് ആക്രമണം നടത്തി. ആ സമയത്താണ് നമ്മുടെ വിംഗ് കമാൻഡറായ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ സമാനമായ രീതിയിൽ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഭാരതത്തിന്റെ നയതന്ത്ര നീക്കത്തിലൂടെ അഭിനന്ദൻ വർദ്ധമാനെയും ഏതാണ്ട് ഒരു രാത്രിക്ക് ശേഷം വാഗ അതിർത്തി വഴി തന്നെ അവർ കൈമാറിയിരുന്നു. ഇപ്പോൾ അതിന് സമാനമായ രീതിയിലാണ് BSF ജവാനെയും കൈമാറിയിരിക്കുന്നത്. വലിയ നയതന്ത്ര വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാക് സൈന്യം കസ്റ്റഡിയിലെടുത്ത BSF ജവാൻ പൂർണം കുമാർ സാഹുവിനെ മോചിപ്പിച്ചു. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.